ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഭാവി MLAയും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തനം സഹോദരനും കൂടിയായിട്ടുള്ള ശ്രീ പ്രഫുൽ കൃഷ്ണ, ഈ കൊയിലാണ്ടിയിലെ ജനാധിപത്യ ചരിത്രത്തിൽ ചരിത്രം തിരുത്തി എഴുതുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, കൊയിലാണ്ടിയിലെ ആരാധ്യരായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ഞാൻ തലശ്ശേരിയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ ഇറങ്ങിയത്. 2 കുടുംബയോഗങ്ങളുണ്ടായിരുന്നു. ആരംഭിച്ചത് തന്നെ ധർമ്മടത്തു നിന്നാണ്. ധർമ്മടത്ത് ചെന്ന് തുടക്കം തന്നെ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പഞ്ചായത്തിൽ നിന്നാണ്. ആ പഞ്ചായത്തിൽ ചെന്ന് അവിടുത്തെ പ്രവർത്തകരോടൊപ്പം അനുഭാവികളോടൊപ്പം പ്രഭാത ഭക്ഷണവും കഴിച്ചുകൊണ്ട് ആ പഞ്ചായത്തിലെയും മണ്ഡലത്തിലെയും കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പഞ്ചായത്തിൽ ഒരു ശ്മശാനവുമില്ല, സർക്കാരിൻ്റെ സംവിധാനത്തിലൊരു മൂത്രപ്പുര പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ആ പഞ്ചായത്തിൽ തന്നെ നിലനിൽക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ധർമ്മടം എന്ന പേര് ആ സ്ഥലത്തിന് വന്നത് ധർമ്മം കളിയാടുന്ന സ്ഥലമെന്നുള്ളത് കൊണ്ടാണ് ധർമ്മടം എന്ന പേര് വന്നത്. ഒരുപാട് ധാർമ്മിക പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടക്കുന്ന സകല അധാർമികതയുടെയും കേന്ദ്രമായി ധർമ്മടത്തുന്ന ജനങ്ങൾക്ക് അബദ്ധം പറ്റിയ നേതാവ് മാറിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ തിരുത്തി എഴുതുവാനുള്ള തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും ഇവിടെ എഴുന്നേറ്റ് എനിക്കൊരു കാര്യം പറയാനെന്ന് പറയുമ്പോൾ, നീ നിൻ്റെ വീട്ടിൽ പോയി അവിടെ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒരു നിമിഷം പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. യാതൊരു സംശയവും വേണ്ട, പ്രഫുൽ കൃഷ്ണൻ കൊയിലാണ്ടിയിൽ നിന്നും കേരള നിയമസഭയിൽ എത്തുന്ന കാര്യം ആര് വിചാരിച്ചാലും തടസ്സപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ 10 വർഷമായി എന്നെ ഇവിടെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ആരാധ്യരായ സഖാക്കന്മാരുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെ നടന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ പറയാമോ? നിങ്ങൾ പറഞ്ഞോ? നാളെ ഇവിടെ മൈക്കേട്ട് വെച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു സഖാവ് വന്നിട്ട് കണക്ക് സഹിതം വരണം, അല്ലാതെ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകരുത്, ഞാൻ സംവാദത്തിന് തയ്യാറാണ്. കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടില്ലാതെ നടന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം പറയാമോ? കേരളത്തിൻ്റെ നിയമസഭയിൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഉള്ള വിഷയങ്ങൾ ഇടപെട്ട് നടന്ന ഏതെങ്കിലും ഒരു ചർച്ച പറയാമോ? കേരളത്തിൻ്റെ നിയമസഭയിൽ നടന്ന ചർച്ചകൾ എല്ലാ ചർച്ചകളും വെളിയിൽ പറയാൻ പറ്റുകയില്ല. മുകേഷാണോ മിടുക്കൻ, രാഹുൽ മാങ്കൂട്ടത്തിലാണോ മിടുമിടുക്കൻ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾക്കായിരുന്നു എത്രയോ ദിവസങ്ങൾ, എത്രയോ മണിക്കൂറുകൾ മാറ്റിവെച്ചത്. ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ നെഞ്ചത്ത് കയറിക്കൊണ്ട് ശബരിമലയിലേക്ക് അവിശ്വാസികളെ കയറ്റിവിടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളല്ലേ നടന്നത്? ശബരിമലയിൽ സ്വാമിയുടെ കട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയവരെ കുറിച്ചുള്ള ചർച്ചയല്ലേ നടന്നത്? ഇതൊന്നുമല്ലാതെ കഴിഞ്ഞ 10 വർഷമായിട്ട്, അല്ലെങ്കിൽ ആ ഇടുക്കിയിൽ നിന്ന് വന്ന MM മണി ഡാം തുറന്നു വിട്ടുണ്ടാക്കിയ വെള്ളപ്പൊക്കത്തെക്കുറിച്ചല്ലേ ഇവിടെ ചർച്ച നടന്നത്? കേരളത്തിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ 1 ഇഞ്ച് കേരളത്തിന് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പ് പുരോഗതിയിലേക്ക് നടന്നെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വകുപ്പ്? ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു രാഷ്ട്രീയ സംവിധാനത്തെ ഇനിയും കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ കുടിയിരുത്തണമെന്ന് പറഞ്ഞാൽ അത് ഈ കൊയിലാണ്ടിക്കാർ ഇനി ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറയുവാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞാൻ ചോദിക്കട്ടെ, ഏതൊരു കുഞ്ഞിനെ ആയാലും പ്രസവിച്ച അമ്മ ഒരിക്കലും തള്ളി പറയില്ലല്ലോ. അവൻ എന്ത് തെറ്റി കാണിച്ചാലും പറയുമോ? അമ്മമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പറയുമോ? ഈ കമ്മ്യൂണിസം എന്നുള്ള ആശയത്തെ പെറ്റ അമ്മയ്ക്ക് പോലും വേണ്ട. റഷ്യക്ക് വേണോ? ക്യൂബയ്ക്ക് വേണോ? ആർക്ക് വേണം? ആർക്കും വേണ്ട. പ്രസവിച്ച അമ്മ പോലും തള്ളിപ്പറഞ്ഞ ആ രാജ്യത്ത് പോലും എടുത്ത് ചവിറ്റുകൂട്ടിലെറിഞ്ഞ ഒരു പ്രത്യയശാസ്ത്രവും കൊണ്ട് കേരളത്തിൽ നടക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ LDFൻ്റെ പ്രത്യേകിച്ച് CPMൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ അടുത്ത തലമുറയുടെ കാര്യത്തിൽ വളരെ കാഴ്ചപ്പാടുള്ളവരാണ്. അടുത്ത തലമുറ എന്ന് പറയുമ്പോൾ അവരെ വീട്ടിൽ ജനിക്കുന്നവർക്ക്, അല്ലാതെ ജനങ്ങളെക്കുറിച്ചല്ല. ഏതെങ്കിലും ഒരു CPMൻ്റെയോ LDFൻ്റെ നേതാക്കന്മാരെ മക്കൾ SSLC കഴിഞ്ഞാൽ കേരളത്തിൽ പഠിക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ കണക്കെടുത്ത് നോക്ക്, പഠിക്കാറുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മകനോ മകളോ കച്ചവടം നടത്തണമെങ്കിൽ കേരളത്തിൽ തുടങ്ങാറുണ്ടോ? ഇല്ല. ഒന്നുകിൽ കേരളത്തിന് പുറത്ത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത്.
ഒരു ജില്ലാ സംസ്ഥാന ലെവലിലുള്ള നേതാക്കന്മാരൊന്ന് എടുത്തു നോക്കിക്കോ. അപ്പോൾ കേരളം ഉന്നത വിദ്യാഭ്യാസത്തിനും പറ്റിയ സ്ഥലമല്ല, കേരളം ബിസിനസ് നടത്താനും പറ്റിയ സ്ഥലമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളെ കേരളത്തിന് പുറത്തോ വിദേശത്തേക്കോ അയക്കുന്നു എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച നേതാക്കന്മാരുടെ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ പാർട്ടി പറയുന്നു ഇനിയും ഞങ്ങൾക്ക് 5 വർഷം കൂടി തരണം, ഒരു അവസരം കൂടി തരണമെന്ന്. ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് പണ്ട് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സമയത്ത് മലപ്പട്ടം പഞ്ചായത്തിൽ പോയിട്ടുണ്ട്. മലപ്പട്ടം എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മലപ്പട്ടം ഒഞ്ചിയൊക്കെ നിങ്ങളൊക്കെ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ അടുത്താണല്ലോ. അന്ന് CPM അക്രമവും അതിക്രമവും പെരുകിയ സമയത്ത് അവരുടെ അക്രമികളുടെ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങളൊരു ജാഥ നയിച്ചു. ആ ജാഥയിൽ പ്രസംഗിക്കാൻ വേണ്ടി ജാഥാ നായകൻ എത്തുന്നതിന് മുമ്പ് എന്നെയാണ് അവിടേക്ക് നിയോഗിച്ചത്. ഞാനവിടെ പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെന്നപ്പോൾ അവിടെയുള്ള നാട്ടുകാരെക്കാൾ കൂടുതൽ അവിടെ എത്തിയ കുറച്ച് BJP-ക്കാരെക്കാൾ കൂടുതൽ അവിടെ ഇങ്ങനെ പാരാമിലിറ്ററി ഫോഴ്സ് നിൽക്കുകയാണ്. പട്ടാളത്തിൻ്റെ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുക. അവരുടെ നടുക്കിൽ നിന്നിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് സഖാക്കന്മാർ ദൂരെ നിൽക്കുന്നവരുടെ മുഖം കാണാവുള്ളൂ, ബാക്കിയെല്ലാം പട്ടാളക്കാരുടെ മുഖം ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള പഞ്ചായത്താണ് മലപ്പട്ടം പഞ്ചായത്ത്. അതായത് CPM അല്ലാതെ മറ്റാർക്കോടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ വിരൽ വെട്ടും. അങ്ങനെയുള്ള പഞ്ചായത്താണ് മലപ്പട്ടം പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ആ പഞ്ചായത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ശ്യാമള ടീച്ചർക്കെതിരെയുള്ള CPM 60 വർഷം പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഗോവിന്ദൻ എന്നുള്ള വിമത സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് മലപ്പട്ടം പഞ്ചായത്തിൽ നിന്നല്ലേ. ഗോവിന്ദൻ മാത്രമല്ല, സുധാകരൻ, CPM ഇടതുപക്ഷ കുടുംബം, സുധാകരൻ പഴയ മന്ത്രി, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവ് G. സുധാകരൻ, അദ്ദേഹം CPM മത്സരിക്കുന്നു. ഐഷ പോറ്റി, കണ്ണൂരിൽ കുഞ്ഞികൃഷ്ണൻ, പാറശാല മുതൽ കാസർഗോഡ് എടുത്ത് നോക്കിയാൽ ഞാൻ 4-5 പേരാണ് പറഞ്ഞതെങ്കിലും 100 കണക്കിന് ഗോവിന്ദന്മാരും ഐഷ പോറ്റിമാരും കുഞ്ഞികൃഷ്ണന്മാരും സുധാകരന്മാരും ഓരോരോരോ ബ്രാഞ്ചിലും ഇങ്ങനെ ശ്വാസം മുട്ടിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൊയിലാണ്ടിയിലെ BJP പ്രവർത്തകരോട്, NDA പ്രവർത്തകരോട്, ജനാധിപത്യ വിശ്വാസികളോട് പറയുന്നു, ഇവരാരും നമ്മളുടെ എതിരാളികളല്ല, മറിച്ച് താമര അടയാളത്തിൽ വോട്ട് ചെയ്യുവാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന CPM സഖാക്കന്മാരാണ്, സഹോദരന്മാരാണ്, സഹപ്രവർത്തകരാണ്. അവരെ രഹസ്യമായിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾ നരേന്ദ്രമോദിയുടെ പദ്ധതികളെക്കുറിച്ച് പറയണം, നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ച് പറയണം. അവരൊക്കെ തന്നെ ഒന്നിൽ കൂടുതൽ വോട്ടുകൾ താമരയ്ക്കുക തയ്യാറായി നിൽക്കുക. ഞാൻ എന്നെപ്പോഴും നിങ്ങൾ മേയറായിട്ടാണ്, മേയർ എന്നുള്ള നിലയ്ക്കാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, ഇവിടെ സംസാരിക്കുന്നത്. വെറുതെ ഒരു ദിവസം കൊണ്ട് കിട്ടിയല്ല. ഞങ്ങൾ ചെയ്തത്, ഈ സഖാക്കന്മാർ ഓരോ വാർഡുകളിലും ഭരണകർത്താക്കളുടെ അഴിമതി കാരണം നല്ല സഖാക്കന്മാർക്ക് സഹിക്കാൻ വയ്യാതിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒന്നൊന്നായിട്ട് ഓരോരുത്തരെയായിട്ട് ഞങ്ങൾ അവരെ കണ്ടിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ വിധി എഴുതണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് ഞങ്ങൾക്കൊരു 10-15 സീറ്റുകളിൽ കൂടുതലായിട്ട് ജയിക്കാൻ സാധിച്ചത്. ഇത് കൊയിലാണ്ടിയിലുമുണ്ട്, ഇത് കേരളത്തിലെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലുമുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും ഈ ശൈലി സഹിക്കാൻ സാധിക്കുമോ? ഞാൻ 2 ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നേമം നിയോജകമണ്ഡലത്തിൽ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചിരുന്നു. ഞാൻ പറഞ്ഞത്, ആ നേമം മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, LDF-ൻ്റെ സ്ഥാനാർത്ഥി, നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പെട്ടെന്ന് ഓർക്കാൻ പറ്റുകയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി പറഞ്ഞാൽ നിങ്ങളൊക്കെ ഓർക്കും. അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നപ്പോഴേക്കും നിയമസഭയ്ക്കകത്ത് UDF-ൻ്റെ ഭരണസമയത്ത് മേശപ്പുറത്ത് കയറിക്കൊണ്ട് ഉടുമുണ്ട് ഉയർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു താണ്ഡവം ഉണ്ടായിരുന്നു, ശിവൻകുട്ടിയുടെ താണ്ഡവം. അതാരും കേരളത്തിൽ മറക്കുകയില്ല. അതാണ് ജനമനസ്സുകൾ പതിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി. അല്ലാതെ അദ്ദേഹത്തെ ഓർക്കാൻ കണക്കിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന പറ്റിയ വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഒന്ന് ആലോചിച്ച് നോക്ക്, വിദ്യാഭ്യാസ വകുപ്പ്. അദ്ദേഹം ഈ നാട്ടിൽ കാണിച്ച ക്രൂരത നിങ്ങൾക്കറിയാമോ? ഈ കൊയിലാണ്ടി ഒരു സാധാരണക്കാരുടെ ഗ്രാമമാണ്. ഇവിടെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഖാക്കന്മാരുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ വലിയ നേതാക്കന്മാരുടെ മക്കളൊക്കെ തന്നെ വിദേശത്ത് പോയിട്ട് ഉന്നത വിദ്യാഭ്യാസം വാങ്ങിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുമ്പോഴേക്കും നമ്മുടെയൊക്കെ തന്നെ കുട്ടികൾ പഠിക്കുന്നത് ഗ്രാമപ്രദേശത്തെ സാധാരണ സ്കൂളിലാണ്. ഞാനൊരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ, ഒരു സർക്കാർ സ്കൂളിൽ, ആ സർക്കാർ സ്കൂളിൽ, എൻ്റെ സ്കൂളിൽ ആദ്യത്തെ വർഷം SSLC പരീക്ഷ, ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ വർഷത്തെ SSLC പരീക്ഷ നടന്നത്. അപ്പോൾ ആ വർഷത്തെ ആരും അവിടെ ജയിച്ചില്ല. ഞാൻ പറയുന്ന അത്രത്തോളം പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടുത്തെ സർക്കാർ സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇങ്ങനെയുള്ള സർക്കാർ സ്കൂളുകളിൽ
PM ശ്രീ എന്ന ഒരു പദ്ധതിയിലൂടെ 1 കോടി 1.5 കോടി 2 കോടി രൂപ കൊടുത്തുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കുവാനും ആ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കുവാനും വേണ്ടി നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു പദ്ധതി ആവിഷ്കരിച്ചു, PM ശ്രീ. പ്രിയപ്പെട്ടവരെ, PM എന്നുള്ള ഒരു പേരായതുകൊണ്ട് കേരളത്തിൽ പിണറായി വിജയനും അതുപോലെ തന്നെ ഇവിടുത്തെ മുൻ MLA ഉൾപ്പെടുന്ന പാർട്ടി ശിവൻകുട്ടിയുടെ പാർട്ടി തീരുമാനിച്ചു PM ശ്രീ പദ്ധതിയിൽ ചേരണ്ട. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു വികലമായ ചിന്താഗതി. ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സർക്കാരുകൾ ആ കരാറിൽ ഒപ്പിട്ട് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ട് അവരുടെയൊക്കെ തന്നെ സ്കൂളുകളിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴേക്കും പിണറായി വിജയനും ശിവൻകുട്ടിയും കൂടി ആ കരാറിൽ ഒപ്പിടാത്തത് കൊണ്ട് ഈ കേരളത്തിലെ സാധാരണക്കാരായ ഇവിടെ ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും കുട്ടികൾ, ഇവിടുത്തെ CITU തൊഴിലാളിയുടെ കുട്ടികൾ, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ കുട്ടികൾ, അവർക്ക് മികച്ച വിദ്യാഭ്യാസം കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കുട്ടികൾ മികച്ച വിദ്യാഭ്യാസം നേടുമ്പോൾ അവരോടൊപ്പമാണ് എൻ്റെയും നിങ്ങളുടെയും കുട്ടികൾ മത്സര പരീക്ഷകളിൽ മത്സരിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾ എവിടെ എത്തും? അവിടെ എവിടെ എത്തും? അപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസ്ഥാനത്തോടും ആശയത്തോടുമുള്ള വിയോജിപ്പ് വച്ചുകൊണ്ട് ഒരു തലമുറയെ തന്നെ ഇരുട്ടിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ വേണ്ടിയിട്ട് വഴി കാണിച്ചു കൊടുത്തുവിട്ട മാർക്സിസ്റ്റ് പാർട്ടിയെ ചുമക്കുവാൻ വേണ്ടി ആ പാർട്ടിയിലെ തന്നെ സാധാരണക്കാരായ സഖാക്കന്മാർ തയ്യാറാകാത്തൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായതിനു ശേഷം ഞങ്ങളൊരു തീരുമാനമെടുത്തു. മേയർ തിരുവനന്തപുരത്തുള്ള എല്ലാ ദിവസവും സാധാരണക്കാരായ ജനങ്ങളെ കാണാൻ വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. ഏത് സമയം വേണം നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ രാവിലെ കുറേ ഓഫീസ് വർക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മുടക്കം വരുമെന്നുള്ളത് കൊണ്ട് 3 മണി മുതൽ 5 മണി വരെ തിരുവനന്തപുരത്തുള്ള എല്ലാ ദിവസവും ആര് വന്നു കഴിഞ്ഞാലും മേയർ കാണും, അവിടെ ഓഫീസിലുണ്ടാകും. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആ ഫ്ലോറിലുണ്ടാകണം. മുതിർന്ന കൗൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും അവിടെ ഉണ്ടാവണം. ആരാണോ എന്താവശ്യത്തിനാണോ വരുന്നത് അവരെ കൺസേൺഡ് സെക്ഷനിലേക്ക് അപ്പം തന്നെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും. അവരുടെ ന്യായമായ കാര്യങ്ങളൊക്കെ തന്നെ നടന്നു പോകും. ചില കാര്യങ്ങൾ കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഒരു ശൈലി ഞങ്ങളങ്ങ് ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഒരു വേദനിക്കുന്ന സത്യം മനസ്സിലാക്കി. ഞങ്ങളെ കാണാൻ വരുന്ന ആൾക്കാരിൽ ഒരു 30 മുതൽ 40% പേർ വരെ വീടില്ലാത്തവരാണ്. ഞാൻ അപ്പോഴാണ് ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ പ്രശ്നം അറിയാമെങ്കിലും തിരുവനന്തപുരം പോലെ സംസ്ഥാന തലസ്ഥാനത്ത് സ്റ്റേറ്റ് ക്യാപിറ്റലിൽ ഇത്രത്തോളം പേർക്ക് സ്വന്തമായി വീടില്ല എന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ചിലർക്ക് ഭൂമിയുണ്ട്, വീട് വയ്ക്കാൻ പൈസ ഇല്ല. ചിലർക്ക് ഭൂമിയുമില്ല, വീടുമില്ല. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? കടവരാന്തയിലാണ് കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ ആ പദ്ധതിയുടെ പിന്നാലെ കൂടി. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി PMAY. നരേന്ദ്രമോദി ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? ഞാൻ ഒരു 2 മുറിയുള്ള കൊച്ചു വീട്ടിലാണ് എൻ്റെ അമ്മ കൂലിപ്പണിക്ക് അടുക്കളപ്പണിക്ക് പോയിട്ട് വരുന്ന അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവന്ന് ഞാൻ ജീവിച്ച ആളാണ്. 2 മുറിയുള്ള വീട്ടിലാണ് ഞങ്ങൾ 8-10 പേർ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഞാൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ, BJP ഭരിക്കുമ്പോൾ വീടില്ലാത്ത ആരും ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ എല്ലാവർക്കും വീട് കൊടുക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഷെയറുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമുണ്ട്. അതാത് പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും വിഹിതം മാറ്റി വയ്ക്കണം. പ്രിയപ്പെട്ടവരെ, ആ പദ്ധതിയിലൂടെ 100 കണക്കിന് ആൾക്കാർക്ക് ഓരോ വാർഡിലും വീട് കിട്ടി. 1000 ആൾക്കാർക്ക് ഓരോ കോർപ്പറേഷനിലും വീട് കിട്ടി. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഓരോ സംസ്ഥാനത്തും വീട് കിട്ടി. കോടിക്കണക്കിന് ആൾക്കാർക്ക് നമ്മുടെ രാജ്യത്ത് വീട് കിട്ടി. ജനങ്ങളുടെ കണ്ണുകൾ വിടർന്നു. PMAY പദ്ധതിയുടെ 2ാം ഘട്ടമായി പിണറായി വിജയനും CPM-ഉം വിലയിരുത്തി കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വോട്ട് കൂടുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്തുകളിലും വാർഡുകളിലും വോട്ട് കൂടുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് PMAY പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്ന മനസ്സോടെ ഞാൻ പറയട്ടെ, എൻ്റെ കോർപ്പറേഷൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ളതൊക്കെ ഞാൻ പറയട്ടെ, ഇവരുടെ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് PMAY പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ഒപ്പുവച്ചില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ പാവപ്പെട്ടവർക്ക് വീട് കിട്ടുമ്പോൾ കേരളത്തിലെ പാവപ്പെട്ടവൻ നിങ്ങൾ നികുതി അടയ്ക്കുന്ന പണത്തിൽ നിങ്ങൾക്ക് വീട് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടില്ല. അങ്ങനെ ഞങ്ങൾ കണക്കെടുത്തപ്പോൾ എൻ്റെ കോർപ്പറേഷനിൽ 20,000 പേർക്ക് വീടില്ല. ഒരു വാർഡിൽ ചുരുങ്ങിയത് 200 പേർക്ക് വീടില്ല. ചിലർക്ക് സ്ഥലമുണ്ട്, വീടില്ല. ചിലർക്ക് സ്ഥലവുമില്ല, വീടുമില്ല. ഞാൻ അക്കൗണ്ട് ഓഫീസറെ വിളിച്ചിട്ട് ചോദിച്ചു, ഭവന പദ്ധതിയുടെ പൈസയുടെ കണക്ക് തരാൻ പറഞ്ഞ് ഞെട്ടിപ്പോകുന്നതാണ് കണക്കാണ്. കാരണം എല്ലാ വർഷവും ബഡ്ജറ്റിലെ പദ്ധതി വിഹിതത്തിൽ 20% തുക ഭവന പദ്ധതിക്ക് മാറ്റിവെക്കണം. ഈ തുക ചെലവാക്കാൻ മാർഗമില്ല.
പണം മാറ്റിവെക്കും. പക്ഷേ പദ്ധതി ഇല്ലാത്തതുകൊണ്ട് തുക ചെലവാക്കാൻ മാർഗമില്ല. കേന്ദ്രത്തിൽ അന്വേഷിച്ചു, അവിടെയും പണം കിടപ്പുണ്ട്. കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി മനോഹർലാൽ ഖട്ടാർജിയെ ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സംസ്ഥാന സർക്കാരിനോട് ഒപ്പിടാൻ പറയേ, ഞങ്ങൾ പൈസ തരാം. സംസ്ഥാനത്ത് അന്വേഷിച്ചു, ഇവിടെയും ഖജനാവിൽ പണം കിടപ്പുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാനുള്ള പണമുണ്ട്, അത് അക്കൗണ്ടിൽ കിടക്കുകയാണ്. ആൾക്കാർക്ക് വീട് വേണം, അവരാവശ്യമായിട്ട് നിൽക്കുക. പക്ഷേ ഈ പിണറായി വിജയൻ്റെ ഈ ഒരു പിടിവാശി കാരണം ആൾക്കാർക്ക് വീട് കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. രാത്രിയാവുമ്പോൾ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൻ്റെ കടത്തിണ്ണയിലും കോട്ടയം ബസ് സ്റ്റാൻഡിൻ്റെ കടത്തിണ്ണയിലും തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ കടത്തിണ്ണയിലും 13, 14, 15 വയസ്സായ മക്കളെയും പെൺമക്കളെയും പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ അന്തി ഉറങ്ങുമ്പോൾ, സാധാ കശ്മലന്മാർ നമ്മുടെ മക്കളെ പീഡിപ്പിക്കുമ്പോൾ, തെരുവു നായ്ക്കൾ കടിച്ചു കുടയുമ്പോഴേക്കും ഈ നേതാക്കന്മാർ അവരുടെ മക്കളുമായിട്ട് സ്വന്തം AC റൂമിൽ ഉറങ്ങുകയാ. പണം ഇവിടെ ഖജനാവിൽ കിടക്കുകയാ. ഇതൊന്തൊരു ഗവൺമെൻറ്റാ? ഇതൊന്തൊരു ഗവൺമെൻറ്റാ? ഈ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മനസ്സാക്ഷിയുള്ള മനുഷ്യ മനസ്സുള്ള ആരെങ്കിലും ഈ ഭൂമിയിൽ ആഗ്രഹിക്കുമോ? ആ ഗവൺമെൻറ്റിന് വേണ്ടി, CPM-ന് വേണ്ടി, LDF-ന് വേണ്ടി വോട്ട് പിടിക്കാൻ നിൽക്കുന്ന പാവപ്പെട്ട സഖാക്കന്മാരോട് ഞാൻ ചോദിക്കുകയാ, നിങ്ങൾ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കണം, രാഷ്ട്രീയം നോക്കാതെ വീട് കൊടുക്കണം എന്ന് പറയുന്ന നരേന്ദ്രമോദിയോടൊപ്പമാണോ പ്രധാനമന്ത്രി എന്നുള്ളൊരു പേര്, PM എന്നുള്ളൊരു പേര് 2 അക്ഷരം ആ പദ്ധതിയിലുള്ളത് കൊണ്ട് ആൾക്കാർക്ക് വീട് കൊടുക്കണ്ട എന്ന് പറയുന്ന പിണറായി വിജയനോടൊപ്പമാണോ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ വോട്ട് എന്ന് നിങ്ങൾ പറയണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ അനുയായികളാ. ഒരു പ്രശ്നം വരുമ്പോഴേക്കും പകച്ചു നിൽക്കുന്നവരല്ല ഭരണാധികാരികൾ. ഒരു പ്രശ്നം വരുമ്പോൾ പകച്ചു നിൽക്കണമെങ്കിൽ 1960കളിലും 70കളിലും ഞങ്ങൾ ഈ കൊടിയും താഴ്ത്തി വെച്ച് വാലും ചുരുട്ടി വീട്ടിൽ പോകണമായിരുന്നു. പിണറായി വിജയൻ ഗവൺമെൻറ് PMAയുടെ 2ാം ഘട്ട പദ്ധതിയിൽ ഒപ്പിടാത്തപ്പോഴേക്കും ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രവർത്തകർ ചേർന്നുകൊണ്ടൊരു തീരുമാനമെടുത്തു. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ ഇവർക്ക് വീട് കൊടുക്കുവാനുള്ള പണം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നു. ഞാൻ കേരളത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, കേരള മനസ്സാക്ഷിയോട് പറയുന്നു, സംസ്ഥാന സർക്കാരിൻ്റെ പണം കിട്ടിയാൽ ഞങ്ങൾ വാങ്ങും, കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വീട് കൊടുക്കാൻ തയ്യാറാണ്. കാരണം അവിടെ ഞങ്ങൾക്ക് കമ്മീഷൻ വാങ്ങാനുള്ള ഒരു പരിപാടിയുമില്ല, ജനങ്ങളുടെ പണം ജനങ്ങൾക്ക്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബഡ്ജറ്റിൽ ഞങ്ങളൊരു പദ്ധതി പ്രഖ്യാപിച്ചു, PMBY. PMA എന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല, കാര്യം അതൊരു പദ്ധതിയുടെ പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്കത് ആവർത്തിക്കാൻ പറ്റില്ല, നിയമ തടസ്സം ഉണ്ടാവും. പ്രധാനമന്ത്രി ഭവന യോജന. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ കയ്യിൽ വിഹിതമുണ്ട്, ബാക്കി CSR ഫണ്ട് ഉൾപ്പെടെ കൊണ്ടുവന്ന് ഞങ്ങൾ വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. CPM-ന് വാലിൽ തീ പിടിച്ചു. ഒരു നിയമ തടസ്സം അവിടെ വന്നിട്ടുണ്ട്. കാരണം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്കും മുനിസിപ്പൽ കൗൺസിലർമാർക്കും അറിയാം, നമ്മൾ ബഡ്ജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യണം? DPCയുടെ ജില്ലയിലൊരു കമ്മിറ്റിയുണ്ട്, അതിൻ്റെ അംഗീകാരം വാങ്ങണം. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, CPM ആണ്. ഞാനവിടെ ചെന്നു, മേയറോട് ചെല്ലണമെന്ന് നമ്മുടെ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഞാനവിടെ ചെന്ന് ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. അവർ പറഞ്ഞു, ഈ പദ്ധതിക്ക് അംഗീകാരം തരാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഗവൺമെൻറ് പറയുന്നു 20% പണം മാറ്റി വയ്ക്കണം വീട് വയ്ക്കാൻ വേണ്ടി, അങ്ങനെ ഒരു പദ്ധതിയില്ല, ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്, നിങ്ങൾ പണം തരണ്ട, നിങ്ങളൊരു സഹായവും ചെയ്യേണ്ട, ഞങ്ങൾ കൊടുത്തോളാം. എങ്കിലും കൊടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ പദ്ധതിയെ തടഞ്ഞു വച്ചിരിക്കുക. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് പറയും, ഞങ്ങൾക്ക് സർക്കാർ പണം തരുന്നില്ല, ഞങ്ങളുടെ പക്കൽ പണമുണ്ട്, ഞങ്ങൾ വീട് കൊടുക്കാൻ തയ്യാറാ, ജനങ്ങൾക്ക് വീട് വേണം, ഈ സർക്കാരിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് എന്ന് ഞങ്ങൾ ഹൈക്കോടതിയിൽ പറയാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനത്തെ ജനങ്ങളുടെ വികസനത്തെയും ജീവിതത്തെയും തടസ്സപ്പെടുന്ന ഒരു പാർട്ടിയെ വീണ്ടും ഈ സംസ്ഥാനത്തിൽ അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ 2 ഉദാഹരണങ്ങൾ, വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ഭവന പദ്ധതിയെക്കുറിച്ചും മാത്രമാണ് ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള 100 കണക്കിന് പദ്ധതികളുണ്ട്. അതോടൊപ്പം തന്നെ കൊടിയ അഴിമതി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ ചില 1-2 അനുഭവം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. ആറ്റുകാൽ പൊങ്കാല നിങ്ങളൊക്കെ കണ്ടു കാണും. ഞാൻ ആ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം പല കാര്യങ്ങൾക്കും ഇങ്ങനെ ഓടി നടക്കുക, ഓരോരോ സ്ഥലത്തുനിന്നും വിളിക്കുമ്പോഴേക്കും അവിടെ ചെല്ലുന്നു, കാര്യങ്ങൾ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നു, അങ്ങനെ നടക്കുക. സഹാക്കന്മാർ നന്നായിട്ട് വിചാരിച്ചു, ആദ്യമായിട്ട് ഭരണത്തിൽ വരണതല്ലേ, ഇവരിതുവരെയും ഭരിച്ചിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇതങ്ങ് പൊളിച്ചു കളയാമെന്ന് വിചാരിച്ചു. ഒരു പരിപാടി നടന്നില്ല. ടാപ്പിലൂടെ വെള്ളം വരാതായപ്പോൾ തന്നെ, ഇവർ മനസ്സിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ മാനത്ത് കണ്ടു. കാരണം എന്താ? ചാനൽ ചർച്ചകളിലൂടെ AC റൂമിലൂടെ വന്നിരിക്കുന്നതല്ലല്ലോ. അവിടെ 2-3 പേരെ വച്ച് തിരുവനന്തപുരം പട്ടണത്തിലും കേരളത്തിലെമ്പാടും ABVP യുവമോർച്ചയൊക്കെ നടത്തി അടി വാങ്ങിച്ചും അത്യാവശ്യ കാര്യങ്ങളൊക്കെ പ്രതികരിച്ചും തിരുവനന്തപുരത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ നേതാക്കന്മാരെ മനസ്സും അറിയാം. അതുകൊണ്ട് തന്നെ അരുവിക്കരയിലെ ടാപ്പിൽ വെള്ളം കുറഞ്ഞപ്പോൾ തന്നെ ഒരു 10-250 ടാങ്കറുകൾ അങ്ങ് നിരത്തി ഇറക്കി പുത്തരിക്കണ്ടം മൈതാനത്തിൽ വെള്ളവും നിറച്ചിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ആര് വേണമോ വിളിച്ചോ, 10 രൂപയും തരേണ്ട, സൗജന്യമായി നിങ്ങളുടെ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞു.
ഡോക്ടർമാരങ്ങ് ഉമ്മാക്കിയാണ് പേടിപ്പിക്കാമെന്ന് വിചാരിച്ചത്. കോൺഗ്രസ് അല്ല, ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ പണിമുടക്കം, പൊങ്കാല നടക്കില്ല. പിന്നെ എവരെ കണ്ടിട്ടാണ് ആറ്റുകാലമ്മ പൊങ്കാല തുടങ്ങിയിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എറണാകുളം അമൃത ആശുപത്രിയായിട്ട് സംസാരിച്ചു. 3 ബസ്സിൽ 100 ഡോക്ടർമാർ സഞ്ചരിക്കുന്ന ക്ലിനിക് ഉൾപ്പെടെ, ലബോറട്ടറി ഉൾപ്പെടെ നിങ്ങളൊന്ന് വിളിച്ചാൽ 4 മണിക്കൂർ കൊണ്ട് ആറ്റുകാലെത്തുമെന്ന് പറഞ്ഞു. അവിടുത്തെ 2 ആശുപത്രികളുമായി സംസാരിച്ചു. 100 ഡോക്ടർമാരെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചു, എല്ലാ ഉദ്യോഗസ്ഥരുടെയും മീറ്റിംഗ് വിളിച്ചു. ഫയർഫോഴ്സ്, പോലീസ്, ജില്ലാ കളക്ടറുടെ പ്രതിനിധി അപ്പോൾ വന്നു, IMAയും വിളിച്ചു, ഡോക്ടർമാരും വന്നു. നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഡോക്ടർ എഴുന്നേറ്റ് പറഞ്ഞു, ആറ്റുകാൽ പൊങ്കാലയുമായി സഹകരിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമരത്തിനൊരു തടസ്സം വരരുത്, നിങ്ങൾ സമരം നടത്തിക്കോ, നിങ്ങളുടെ അവകാശങ്ങൾക്ക് നിങ്ങൾ പോരാടിക്കോ, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു വിഷമവുമില്ല. 250 ഡോക്ടർമാരൊന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആറ്റുകാലമ്മയുടെ പൊങ്കാലയിൽ വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴേക്ക് എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർമാരെ, സമരം നടത്തുവാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞങ്ങൾ ആരും തന്നെ തടയുന്നില്ല. നിങ്ങൾക്ക് സമരം ചെയ്യണമെങ്കിൽ സമരം ചെയ്യാം, ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യാം. അതും പൊളിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുമ്പോഴാണ്, തലേദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് 12 മണിക്ക് അതുവഴി പോകുമ്പോഴാണ് ഒരു പാവപ്പെട്ട ഡ്രൈവർ വരുന്നു, ചേട്ടാ ഞാൻ 4-5 അമ്മമാരെയും കൊണ്ടൊന്ന് പൊങ്കാല ഇടാൻ വന്നു, ഒരു കൊച്ചു ആൾട്ടോ കാറാണ് ഉള്ളത്, അവിടെ കൊണ്ടിട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 400 രൂപ വാങ്ങിച്ചിരിക്കുന്നു. 400 രൂപ ഒരു ആൾട്ടോ കാറ്, ആറ്റാൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ദിവസം ഇടുന്നതിൻ്റെ 400 രൂപ. ഞാനവിടെ ചെന്നപ്പോഴേക്കും നിൽക്കുക ഒരു വില്ലാളി വീരൻ. അയാൾ 24 മണിക്കൂർ ജിമ്മിൽ പോകുന്ന ആളെന്നാണ് നോക്കി, കഷത്തൊക്കെ ഇങ്ങനെ മസിലൊക്കെ അടിച്ച് പെരുക്കി നിൽക്കുക. ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ലൈസൻസിൻ്റെ പാർക്കിങ്ങിൻ്റെ ലൈസൻസ് എവിടെയാ? ലൈസൻസ് ഇല്ല. ചേട്ടൻ ആരാ ഇതിൻ്റെ പെർമിഷൻ എടുത്തിട്ട്? ഞാൻ പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ മേയർ, എൻ്റെ ചേമ്പറിൽ എൻ്റെ മുമ്പിൽ വന്നിട്ട് അതിൻ്റെ പെർമിഷൻ പോവേണ്ടത്. ചേട്ടൻ അതൊക്കെ ഇങ്ങനെ എടുത്തോ, തുണ്ടൊക്കെ എടുത്ത്, ആരായി തുണ്ടൊക്കെ അടിക്കാനുള്ള പെർമിഷൻ തന്നത് എന്ന് ചോദിച്ചിട്ട് നോക്കിയപ്പോഴേക്കും ചേട്ടൻ്റെ പോക്കറ്റിൽ എന്തായി പെരുവിയിരിക്കുന്നത്? ചേട്ടാ പോക്കറ്റിൽ നിന്ന് കൈയിട്ടിക്ക് എടുത്ത് 500-ൻ്റെ നോട്ടുകളാണ്. ഞാൻ പറഞ്ഞു, എല്ലാ ഡ്രൈവർമാരെയും വിളിച്ചു, ചേട്ടൻ തിരിച്ചു കൊടുത്തേരെ, ഈ പണിയൊന്നും ഇവിടെ നടക്കില്ല, അല്ലെങ്കിൽ ഉള്ളിൽ പോകാൻ തയ്യാറായിക്കോ, ജയിലിൽ പോകാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായി അവിടുത്തെ സകല നിയമ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് കിട്ടുന്നതിൽ പങ്ക് ഭരിക്കുന്ന നേതാക്കന്മാർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ വില്ലാളി വീരൻ, അദ്ദേഹമുണ്ടല്ലോ, ആ പണം മുഴുവനും തിരിച്ചു കൊടുത്തു. എല്ലാ ഡ്രൈവർമാരും, ഒരു ഡ്രൈവർക്ക് പാവപ്പെട്ടവൻ ഇത്രയും ഓടിച്ചിട്ട് ചെല്ലും കിട്ടുമ്പോൾ കിട്ടുന്നത് 400 രൂപ അവന് കിട്ടുന്ന ശമ്പളം, അവൻ്റെ ആ ശമ്പളവും വാങ്ങിച്ചിട്ട് അതിൻ്റെ വിഹിതം വാങ്ങുന്ന ഈ നേതാക്കന്മാർക്ക് ഈശ്വര ശാപം കിട്ടുകയില്ല. ആറ്റുകാലമ്മയുടെ പൊങ്കാലയിടാൻ വരുന്നവൻ്റെ കയ്യിൽ നിന്നും അവനെ പോക്കറ്റ് അടിക്കുന്നവനെ ആരെങ്കിലും വെറുതെ വിടുമ്പോൾ? പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയും മോഡിയുടെ പാർട്ടിയും പ്രഫുൽ കൃഷ്ണൻ്റെ പാർട്ടിയും പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാരോടാണ്, തൊഴിലാളികളോടാണ് എന്ന് പറയുമ്പോഴേക്കും അവനല്ലേ വോട്ട് കൊടുക്കേണ്ടത്? അവിടെയും കഴിഞ്ഞില്ല. അന്ന് രാത്രി 12:30 ഒരു ലേഡി, എന്നെ പരിചയമുള്ള ലേഡി എന്നോട് പറയുക, എൻ്റെ ഭർത്താവ് അവിടെ ഗാന്ധി പാർക്കിൽ കോർപ്പറേഷൻ്റെ കഴിഞ്ഞ ഭരണസമിതി ലേലം കൊടുത്ത അവിടെ ഒരു കാറ് കൊണ്ടിട്ട്, ബെലനോ കാർ കൊച്ചു കാറാണ്, നമുക്കറിയില്ല, അത് 750 രൂപ വാങ്ങിച്ചത്. ഞാനവിടെ ചെന്നു. അപ്പോൾ ആ ലേഡിയുടെ ഭർത്താവിനെ ഞാൻ ഫോണിൽ വിളിച്ചു വരുത്തിയപ്പോൾ ഈ പൈസ വാങ്ങിച്ചവരോടെ നിൽക്കുക, അവിടെ അറിയപ്പെടുന്ന ആൾക്കാരാണ് അവരൊക്കെ തന്നെ. അപ്പോൾ ഞാൻ ഇയാളുടെ പറഞ്ഞു, നിങ്ങളെ വാങ്ങിച്ചതിൻ്റെ റെസിപ്റ്റ് എടു. അപ്പോൾ അദ്ദേഹത്തിന് റെസിപ്റ്റ് എടുക്കാൻ ഒരു മടി. ഞാൻ തന്നെ പോക്കറ്റ് കയറി റെസിപ്റ്റ് എടുത്ത് 750 രൂപ. പിറ്റേ ദിവസം SMB സ്കൂൾ പൊങ്കാലയിടുന്ന ഉച്ചയ്ക്ക് 11 മണിക്ക് അറിയുന്നത്, രാവിലെ 8 മണിക്ക് കുറച്ച് അമ്മമാർ ബസ് കൊണ്ടിട്ടു, ഉച്ചവരെ ഇടുന്ന 1000 രൂപ. അവിടെയും ചെന്നു, പിടിച്ചു നിർത്തി. അതൊരു PTA പ്രസിഡന്റ്, PTA കമ്മിറ്റി അംഗം കൂടെ സർക്കാർ സ്കൂളിൻ്റെ സ്ഥലത്ത് വണ്ടി കൊണ്ടിട്ടിട്ട് 1000 രൂപയാണ് വാങ്ങുന്നത്. അതും തിരിച്ചു കൊടുപ്പിച്ചു. ഞാൻ സൂചിപ്പിച്ചത്, ഇത് ഇക്കൊല്ലമാണ് കണ്ടുപിടിച്ചത്. ഇത് പതിറ്റാണ്ടുകളായി ജനാധിപത്യ കേരളത്തിൽ നടക്കുകയായിരുന്നു. ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ള മേയർ എന്നുള്ള നിലയ്ക്ക് എന്നെയും എൻ്റെ പ്രസ്ഥാനത്തെയും വിശ്വസിച്ച് തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ജനങ്ങൾ ഭരണമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൈയുടനെ തന്നെ അഴിമതിക്കെതിരായി പോരാട്ടം നടത്തി അവർക്ക് നീതി നേടിക്കൊടുക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളെ ഭരണമേൽപ്പിച്ചെന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങളവിടെ നിർവഹിച്ചത്. തടയാമെങ്കിൽ നിങ്ങൾ തടഞ്ഞോ? നിങ്ങളുടെ കൈകൾ പൊങ്ങുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളോടൊപ്പം ജനിച്ചു വളർന്ന, ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് വളരുന്ന, നരേന്ദ്രമോദി തരുന്ന ഊർജം പകർന്നുകൊണ്ട് പോകുന്ന പ്രഫുൽ കൃഷ്ണൻ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പ്രഫുൽ കൃഷ്ണൻ അവിടെ ചോദ്യം ചെയ്യും. അതിനനുകൂലമായിട്ടല്ലേ കൊയിലാണ്ടി ചിന്തിക്കേണ്ടത്? അതിനനുസരിച്ചിട്ടല്ലേ കൊയിലാണ്ടി ചിന്തിക്കേണ്ടത്? നാളെ രാഹുൽ മാങ്കൂട്ടമാണോ മുകേഷാണോ മികച്ചവനെന്ന് നടക്കുന്ന ചർച്ചകൾ അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ കേരളത്തെ ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള ചർച്ചകൾ അവിടെ നടക്കാൻ പോകുന്ന. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കൊയിലാണ്ടി ഒരു ഗ്രാമീണ മേഖലയാണ്. ഞാനിതിലേക്കൂടെയൊക്കെ യാത്ര ചെയ്തു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ധർമ്മടത്ത് പോയപ്പോൾ കണ്ടത്, അവിടെ ശൗചാലയമില്ല, അവിടെ ശ്മശാനമില്ല, ഒരു പാലം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഞാൻ ആ പാലം കാണാൻ പോയി. പാലം കഴിഞ്ഞ് അപ്പുറം രാജ്യമില്ല. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു പാലം ഉണ്ടാക്കി വെച്ചു, പാലത്തിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇതാവസ്ഥ. കേരളത്തിൽ നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കുക സമയമുണ്ടെങ്കിൽ. ഏറ്റവും വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്നത് കണ്ണൂർ ജില്ലയാണ്.
ഏറ്റവും പുറകോട്ട് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയാണ്. നിങ്ങൾ ആ കൊടിയേരിയിലായിക്കോട്ടെ, അങ്ങ് ഉള്ളിലോട്ടായിക്കോട്ടെ, നിങ്ങളത് യാത്ര ചെയ്ത് നോക്ക്. ഇടുങ്ങിയ റോഡുകൾ, ഒരു സൗകര്യമില്ല. പശ്ചിമ ബംഗാളിനെ ഓർമ്മപ്പെടുത്ത ഗ്രാമങ്ങളാണ്. കൊയിലാണ്ടിയും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടുത്തെ തീരദേശ മേഖല, ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ തീരദേശ മേഖലയിൽ നിന്നും വർഷങ്ങൾ കൊണ്ട് LDF-ന്റെ UDF-ന്റെ MLA-മാർ ജയിക്കുന്നു. എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ തീരദേശ മേഖലയിലേക്ക് വന്നിട്ടുണ്ടോ? ആരോഗ്യ മേഖലയിൽ ഇവിടുത്തെ ആശുപത്രി ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നു പറഞ്ഞിട്ട് ഇതുവരെയെങ്കിലും സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. വീണ ജോർജിന്റെ കഥകളി നടക്കുക എല്ലാ ദിവസവും. വീണ ജോർജ് വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ മേഖല വളരുകയില്ല, വികസിക്കുകയില്ല. കൊയിലാണ്ടിയിലെ ആശുപത്രിയുടെ അവസ്ഥ എന്താ? കൊയിലാണ്ടിയിലെ റോഡുകളുടെ അവസ്ഥ എന്താ? കുടിവെള്ള പ്രശ്നം. ഇതിനൊന്നിനും തന്നെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ഭരണം വീണ്ടും പരീക്ഷിക്കാൻ വേണ്ടി തയ്യാറാകണമോ എന്ന് ചിന്തിക്കുവാനുള്ള ഒരു അവസരമാണിത്. ഇനി 140 മണ്ഡലങ്ങളാണുള്ളത്. പക്ഷേ ഒരു 280 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ട് അപ്പുറത്ത്. 6 വയസ്സ് മുതൽ 80 വയസ്സായവരെ വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുക. KC വേണുഗോപാൽ എല്ലാവരെയും തമ്മിലടിപ്പിച്ചിട്ട് പറയുക, നിങ്ങളൊക്കെ തമ്മിലടിച്ചോ, ഞാൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങ് വരാം, കാര്യം അവിടെ എല്ലാം പൊളിച്ചടുക്കി, അതുകൊണ്ട് ഞാനിങ്ങ് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയാമല്ലോ, ഒന്നും നടക്കാൻ പോകില്ല. കാരണം എന്താണ്? ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ കടമ എന്താണ്? ജനാധിപത്യത്തിലൊരു പ്രതിപക്ഷത്തിൻ്റെ കടമ എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാനിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിട്ട് ഇവിടെ വന്നിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിയത് ഒരു ദിവസം കൊണ്ടല്ല. തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുന്നതിൻ്റെ അന്ന് രാവിലെ പൊട്ടിച്ചപ്പോഴേക്കും BJPക്ക് ഭൂരിപക്ഷം കിട്ടിയതല്ല. മറിച്ച് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷവും പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് 2020 ഡിസംബർ മാസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയതിൻ്റെ അടുത്ത ദിവസം മുതൽ ഒരു റിയാലിറ്റി മനസ്സിലാക്കി ജനങ്ങൾ വിശ്വസിച്ച് തിരുവനന്തപുരത്തിൻ്റെ പ്രതിപക്ഷമാക്കി, കേരളത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷമാക്കി ഞങ്ങളിവിടെ എത്തിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ്. ജനങ്ങൾക്ക് വേണ്ടി പോരാടണം, തെറ്റിനെതിരെ പ്രതികരിക്കണം, പ്രവർത്തിക്കണം, പോരാടണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ നടത്തിയ സമരങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുമുണ്ടാകും. 5 വർഷം അവിടുത്തെ 20 സ്ത്രീകളും 15 പുരുഷന്മാരും അടങ്ങുന്ന ഞങ്ങളുടെ പ്രതിപക്ഷമുണ്ടല്ലോ, ഞങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങിയതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ള റോഡുകളിലാണ്. ഞങ്ങൾ വീട്ടിൽ ഉറങ്ങിയതിനേക്കാൾ കൂടുതൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ സമരം ചെയ്തുകൊണ്ട് ന്യൂസ് പേപ്പർ വിരിച്ചുകൊണ്ട് ഞങ്ങൾ കോർപ്പറേഷൻ ഉള്ളിലായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾ, കൗൺസിലർമാർ, അവർ കുളിക്കുന്നത്, അവർ എല്ലാ കാര്യങ്ങൾക്കും അവർ ആശ്രയിച്ചിരുന്നത് പബ്ലിക് എല്ലാവരും വന്ന് ഉപയോഗിക്കുന്ന ആ ശൗചാലയങ്ങളായിരുന്നു, ടോയ്ലറ്റുകളായിരുന്നു കോർപ്പറേഷനിൽ. ദിവസം 100-280 പേർ വന്നിട്ടില്ലെങ്കിൽ 500 പേർ വന്നിട്ട് ഉപയോഗിക്കുന്ന 2-3 അവിടെ ആയിരുന്നു ഞങ്ങളുടെ സഹപ്രവർത്തകർ കുളിച്ചിരുന്നത്, വസ്ത്രം നനച്ചിരുന്നത്. ഞങ്ങൾ അത് ആ സ്ഥാപനം വിട്ട് പുറത്തു പോകാതെ അഴിമതിക്കെതിരെ പോരാടി. ഞങ്ങൾ ജയിലുകളിൽ കിടന്നു, ഞങ്ങൾ പോലീസ് ക്യാമ്പുകളിൽ കിടന്നു, ഞങ്ങൾ മഴയത്ത്. ഈ പ്രഫുൽ കൃഷ്ണ എത്രയോ ദിവസം ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സമരം നടത്തിയപ്പോഴേക്കും യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകർ തളർന്നു വീണുമെന്ന് പോകുമ്പോൾ തോന്നും രാത്രിയും പകലും ഞങ്ങൾക്ക് കൂട്ടിരുന്നിട്ടുണ്ട്. യുവമോർച്ച നടത്തിയ സമരങ്ങൾ, പ്രഫുലിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ സമരങ്ങൾ, ഞങ്ങൾ കോർപ്പറേഷൻ്റെ ഉള്ളിൽ സമരം നടത്തുമ്പോഴേക്കും ചേട്ടാ നിങ്ങൾ ധൈര്യമായിട്ട് അകത്തിരുന്നോ, ഞങ്ങൾ പുറത്തുണ്ട്, നിങ്ങൾക്ക് കാവലായെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയും പകലും പ്രഫുലിൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ അടി വാങ്ങിച്ചുകൊണ്ട്, തല്ല് വാങ്ങിച്ചുകൊണ്ട് നടത്തിയ പോരാട്ടമാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് NDAക്ക് ഭരണത്തിലെത്തുവാൻ വേണ്ടി വഴികാട്ടിയത്. തിരുവനന്തപുരത്തുള്ള ഞങ്ങൾ മാത്രമല്ല, ഞാനോ കുറച്ച് തിരുവനന്തപുരത്തുള്ള പ്രവർത്തകരോ മാത്രം അധ്വാനിച്ചതല്ല. പ്രഫുൽ ഉൾപ്പെടെ, മഹിളാ മോർച്ച പ്രസിഡന്റ് നിവേദ ഉൾപ്പെടെ അന്ന് ഞങ്ങൾക്ക് എന്തിനും വേണ്ടി ധൈര്യം തരാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ചങ്കുറപ്പുള്ള നേതാവ് ശ്രീ K. സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രതിപക്ഷത്തായിരുന്നപ്പോഴേക്കും നടത്തിയ ധീരമായ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് അവിടെ ഞങ്ങൾക്ക് ഭരണം ലഭിച്ചത്. ഞാൻ സൂചിപ്പിച്ചത്, ഞങ്ങൾ പ്രതിപക്ഷമായിരുന്ന സമയത്ത് ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ പ്രവർത്തിച്ചു. ഇനി മറുചോദ്യം, ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയോടും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ പറഞ്ഞവരോട് ചോദിക്കുക, കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ അഴിമതിയുടെ ആറാട്ട് കേരളത്തിൽ നടത്തിയപ്പോൾ പ്രതിപക്ഷമെന്നുള്ള നിലയ്ക്ക് ജനമനസ്സുകളിൽ ഇടം നേടിയ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു സമരമെങ്കിലും രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും നേതൃത്വത്തിൽ ജനാധിപത്യ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു പ്രതിപക്ഷ സമരത്തിൻ്റെ പേര് പറയാമോ നിങ്ങൾക്ക്? സാധിക്കില്ല. മറ്റൊരു ചോദ്യം, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് VD സതീശനോ രമേശ് ചെന്നിത്തലയോ പിണറായി വിജയൻ സർക്കാരിനെതിരെ സമരം ചെയ്ത് ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞോ. എന്ത് പ്രതിപക്ഷമായിരുന്നു? നിങ്ങൾ ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടുണ്ടോ? നിങ്ങൾ ഒരു ദിവസമെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ? നിങ്ങൾ ഒരു ദിവസമെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.
10 വർഷം പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അവസരം കൊടുത്തിട്ട് പിണറായി വിജയനെതിരെ ഒരു സമരം പോലും ചെയ്യില്ലാത്തവരാ പറയുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയാവാൻ തയ്യാറാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്തം കൊടുത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ എല്ലാ സൗകര്യവും കൊടുത്തിട്ട് പിണറായി വിജയന് ബ്ലാങ്ക് ചെക്ക് കൊടുത്ത് അഴിമതി കാണിക്കുവാൻ വേണ്ടി അവസരം കൊടുത്ത VD സതീശന്മാർ കേരളത്തിൽ ബാധ്യതയായി നിൽക്കുമ്പോൾ അവർക്ക് വോട്ടില്ല എന്ന് പറയുവാനുള്ള അവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കുന്ന പണം വയനാടിൻ്റെ പേരിൽ പിരിച്ച ഫണ്ടല്ലേ എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ട് UDF നേതാക്കന്മാരോട് ആവശ്യപ്പെടുകയാണ്. വയനാട് പുനരധിവാസത്തിൻ്റെ പേരിൽ UDFും കോൺഗ്രസും പിരിച്ച പണം, ആ പണമല്ലേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചെലവാക്കുന്നത് എന്ന് പറയുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. അല്ലെങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തോട് കണക്ക് ബോധിപ്പിക്കണം. അധികാരം പിടിക്കാൻ നടക്കുകയാണ്. UDF 10 വർഷം അധികാരത്തിലായിരുന്നു. അതിനു മുമ്പുള്ള അവരുടെ അധികാര സമയത്തുള്ള സോളാർ ഉൾപ്പെടെ, ഐസ്ക്രീം പാർലർ ഉൾപ്പെടെ, മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലെ ജനാധിപത്യ കേരളത്തിലെ ആറാട്ട് ഉൾപ്പെടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരിക്കലും UDFിന് അധികാരത്തിൽ വരാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കേരളം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെയാണ് ജനാധിപത്യ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം വരേണ്ടതിൻ്റെ ആവശ്യകത സംജാതമായിരിക്കുകയാണ്, സമയമായിരിക്കുകയാണ്. ആരാധ്യനായ നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. ഞങ്ങൾ 115 പേരാണ് പോയത്. ഞങ്ങൾ 115 പേർ ഡൽഹിയിൽ ചെന്നു. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഞങ്ങളോട് പറഞ്ഞു, അദ്ദേഹം 25 വർഷം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ നരേന്ദ്രമോദി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാരോപണവുമില്ലാതെ, ഒരു നിമിഷം പോലും നമ്മുടെ രാജ്യം പുറകോട്ട് പോകാതെ, സാമ്പത്തികമായിട്ട്, സൈനികമായിട്ട്, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഒരു മേഖലയിലും ഒരു മണിക്കൂർ പോലും പിന്നോട്ട് പോകാതെ, ഒരു അഴിമതി ആരോപണമില്ലാതെ ഒരു രാജ്യത്തെ നയിച്ച, ഒരു സംസ്ഥാനത്തെ തുടർച്ചയായി നയിച്ച, 25 വർഷം നയിച്ച ബഹുമാനീയനായ പ്രധാനമന്ത്രി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സാധാരണക്കാരുടെ നേതാക്കന്മാരായിട്ട് മാറണം, നിങ്ങൾ സാധാരണക്കാരുമായിട്ട് ഇടപെടണം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കിട്ടു. അദ്ദേഹം ഞങ്ങളോട് പങ്കിട്ടുകൊണ്ട് പറഞ്ഞു, കേരളത്തിൽ ഇത് ഏറ്റവും പറ്റിയ സമയമാണ് ഒരു രാഷ്ട്രീയ മാറ്റത്തിന്. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഒരൊറ്റ പദ്ധതികളും ഇവിടെ എത്തുന്നില്ല. ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രഖ്യാപിച്ച 2 പദ്ധതിയിലൂടെ ഞാൻ പറയാം. നിങ്ങൾ മനസ്സിലാക്കണം, ഭരണം മാറി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങൾ. 101 വാർഡുകളാണ് ഉള്ളത്. ഈ 101 വാർഡുകളിലും ഏപ്രിൽ മാസം കഴിയുമ്പോൾ 50% വിലയ്ക്ക് മരുന്നുകൾ കിട്ടുന്ന മെഡിക്കൽ സ്റ്റോർ വരാൻ പോവുകയാണ്. 101 വാർഡുകളിലും. ജനൌഷധി മെഡിക്കൽ സ്റ്റോർ അല്ല, ഹിന്ദുസ്ഥാൻ ലാറ്റക്സുമായി ചേർന്നുകൊണ്ട് 101 വാർഡുകളിൽ 50% വിലയ്ക്ക് മരുന്ന്. 1000 രൂപയ്ക്ക് ഇപ്പോൾ മരുന്ന് വാങ്ങിക്കുന്ന ആളിന് 500 രൂപയ്ക്ക് വാങ്ങിച്ചാൽ മതി. 50 വാർഡുകളിൽ ലബോറട്ടറികൾ വരാൻ പോവുകയാണ്. 40% റേറ്റ് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 1000 രൂപയ്ക്ക് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് 550 രൂപ 600 രൂപയ്ക്ക് ചെയ്യാം. ഇപ്പോൾ CT MRI സ്കാൻ യൂണിറ്റുകൾ വരാൻ പോവുകയാണ്. ഇപ്പോൾ 15000 രൂപയ്ക്ക് ചെയ്യുന്ന സ്കാനിങ് നിങ്ങൾക്ക് ഒരു 6000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിൽ ചെയ്യാൻ പോവുക. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്, ഇത്രയൊക്കെ ഉള്ളൂ. ഗവൺമെൻറ് ഉടമസ്ഥയിൽ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ആരംഭിക്കുക, ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതാ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ ഭരണം ഇതാ. ഇതാലോചിച്ച് നോക്ക്. ഇപ്പോൾ LPG സിലിണ്ടറിന് ഒരു ക്ഷാമം വന്നല്ലോ. ആ ക്ഷാമം വന്നപ്പോഴേക്കും അത് യുദ്ധമാണ്, റിയാലിറ്റിയാണ്. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തുന്ന പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് തരണം ചെയ്യേണ്ടിയല്ല. CPM ചെയ്യും പോലെ, നമ്മളെ റഹീം ചെയ്യുന്നത് പോലെ, യുദ്ധം നടക്കുമ്പോഴേക്കും തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കുകയില്ല. കൊറോണ വന്നപ്പോൾ ഗോവിന്ദമാഷ് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്താൻ വേണ്ടി. അങ്ങനെ നടത്തിയാൽ കൊറോണ അവസാനിക്കുകയില്ല. ഗോവിന്ദമാഷ് ഇതും പറയും, ഇതിൻ്റെ അപ്പുറം പറയും. ഗോവിന്ദമാഷിലെ പറഞ്ഞ കൂറ്റൻ നടന്ന് ചൂടപ്പം എറണാകുളത്ത് കൊണ്ടുപോയി 15 മിനിറ്റ് കൊണ്ട് വിറ്റിട്ട് തിരിച്ച് വീട്ടിൽ ഒന്ന് ചായ കുടിക്കാമെന്ന്. ഗോവിന്ദമാഷ് ആ പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞതിന് ഒരുപാട് പറയാനുണ്ട്. എനിക്ക് മാഷിനെ കുറിച്ച് പറയാം. മാഷ് ഭയങ്കര ബുദ്ധിജീവിയാണ്. സെക്രട്ടറി ആയതോടുകൂടി ബുദ്ധിയെല്ലാം ഒലിച്ചു. എനിക്ക് മാഷെ കാണുമ്പോൾ ഓർമ്മ പറഞ്ഞത്, പണ്ട് മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. അതിൽ ഇന്നസെൻ്റ് ആയിരുന്നു അതിൻ്റെ ടീമിൻ്റെ ട്രൂപ്പ് ക്യാപ്റ്റൻ, ഒരു പള്ളിയിൽ അച്ഛനായിരുന്നു. അതുപോലെ ആ മാഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു അറ്റത്തുനിന്ന് മാഷ് പാർട്ടിയെ പടുത്തുയർത്താകുമ്പോൾ അപ്പുറത്ത് വേറൊരു ഗോവിന്ദൻ, TK ഗോവിന്ദനെ പൊളിച്ചടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, CPMൻ്റെ ഈ രീതിയിലുള്ള ഇടപെടലുകൾ ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇപ്പോൾ ഈ LPGയുടെ ഷോർട്ടേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത്. LPGയുടെ ഷോർട്ടേജ് വന്നപ്പോഴേക്കും പല രാജ്യങ്ങളിലും പ്രതിസന്ധി ഉണ്ടായി. അപ്പോഴേക്കും നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഇറാൻ്റെ ഭരണാധികാരി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. എന്തായിരുന്നു അറിയാം ആ സ്റ്റേറ്റ്മെൻറ്റ്? ഇന്ത്യയുടെ കപ്പലുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ കടലിടുക്ക് കടന്ന് വാതകം കൊണ്ടുവരുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഇറാൻ്റെ ഭരണാധികാരി പറഞ്ഞു.
ഇന്ത്യയുടെ കപ്പലുകൾക്ക്. വേറെ ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഒരു 4-5 വർഷം മുമ്പുള്ള ഒരു കാര്യം, യുക്രൈനും റഷ്യയും തമ്മിലൊരു യുദ്ധം നടന്നു. നമുക്കറിയാം, ഇപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ യുക്രൈനിലും റഷ്യയിലും മെഡിസിൻ പഠിക്കാൻ പോയിട്ടുണ്ട്. കാരണം കുറച്ച് ഫീസ് കുറച്ച് പഠിക്കാം, ഇന്ത്യയിൽ വന്നൊരു ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ നിന്നൊക്കെ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. യുക്രൈനിലും പോയിട്ടുണ്ട്, റഷ്യയിലും പോയിട്ടുണ്ട്. യുദ്ധം വന്നപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ കിട്ടിയ വണ്ടി പിടിച്ച് അവരവരുടെ രാജ്യങ്ങളിലേക്ക് പോയി. പല രാജ്യങ്ങളിലേക്കും പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് ഈ 2 രാജ്യങ്ങളും, യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഈ 2 രാജ്യങ്ങളും ഇന്ത്യയിലെ കുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് വരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി. പാകിസ്ഥാനിലെ ഒരു പെൺകുട്ടി എങ്ങനെയോ വീട്ടിലെത്തി. ആ കുട്ടി പറഞ്ഞതെന്താണെന്നറിയുമോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ത്യയുടെ ദേശീയ പതാക ഞങ്ങൾ യാത്ര ചെയ്ത ബസ്സിൻ്റെ മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക പാർപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് സ്വസ്ഥമായിട്ട് എൻ്റെ വീട്ടിലെത്താൻ സാധിച്ചതെന്ന് പാകിസ്ഥാനിലെ ഒരു കുട്ടി പാകിസ്ഥാനിൽ പോയി പറഞ്ഞിരിക്കുക. അവളോട് പത്രക്കാർ ചോദിച്ചു, ഇതെങ്ങനെ ഇന്ത്യയുടെ പതാക ഒപ്പിച്ചു? ആ കുട്ടി എന്താണെന്നറിയാം പറഞ്ഞത്? ഞങ്ങൾക്ക് കുറച്ച് സമയം ബങ്കറിലാണ് ജീവിക്കുന്നത്, ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കുറച്ച് സമയം തരും, അലാറം അടിക്കും. ആ അലാറം അടിക്കുമ്പോഴേക്കും 15-20 മിനിറ്റിലേക്ക് അരമണിക്കൂർ ഓടിപ്പോയി ചെന്ന് നമുക്ക് അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അടുത്ത അലാറം അടിക്കുമ്പോൾ തിരിച്ച് ബങ്കറിനുള്ളിൽ കയറണം. ആ കുട്ടി അലാറം അടിച്ചപ്പോഴേക്കും ആ പാകിസ്ഥാനി കുട്ടിയെ ഭക്ഷണം വാങ്ങാനല്ല അവൾ പോയത്. അവൾ പോയിട്ട് ഏതോ ഒരു കടയിൽ നിന്ന് വെള്ള പേപ്പർ വാങ്ങിച്ച് അവൾ പറഞ്ഞു 3 നിറത്തുള്ള ചായം വേണം, കുങ്കുമം, പച്ച, നീല, അശോകചക്രം വരയ്ക്കാൻ വേണ്ടി. എന്നിട്ട് അവൾ വന്നിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക വരച്ചത്. ആ പേപ്പറിൽ വരച്ചിട്ട് അവളുടെ ബസ്സിൻ്റെ ചുറ്റും ഇന്ത്യയുടെ ദേശീയ പതാക ഒട്ടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യയുടെ ദേശീയ പതാക ഒട്ടിച്ചിട്ട് ആ ബുദ്ധിമതിയായിട്ടുള്ള കുട്ടി വീട്ടിലെത്തി. ഞാൻ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നടന്ന 2 സംഭവം പറഞ്ഞു. 5-6 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം, ഭാരതത്തിൻ്റെ പതാക പാറിച്ചതുകൊണ്ട് എനിക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞു എന്നൊരു പാകിസ്ഥാനി കുട്ടി പറയുന്നു. ഇറാൻ്റെ ഭരണാധികാരി പറയുന്നു, ഭാരതത്തിൻ്റെ വാദവും കൊണ്ടുപോകുന്ന ഒരു കപ്പലിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അതിനെ പിന്തുണ ഞങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതല്ലേ ഭരണം? ബഹുമാനപ്പെട്ടവരെ, സ്വന്തം പഞ്ചായത്തിലൊരു മൂത്രപ്പുരം ഉണ്ടാക്കാൻ സാധിക്കാത്ത പിണറായി വിജയന്റെ ഭരണമാണോ, വിദേശ രാജ്യങ്ങൾ വരെ ആരാധിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണമാണോ കൊയിലാണ്ടിയിൽ വരേണ്ടത്, ജനാധിപത്യ കേരളത്തിൽ വരേണ്ടത്? നിങ്ങൾ പറഞ്ഞോ, കൊയിലാണ്ടിലെ CITU സഖാക്കന്മാരോടും CPM സഖാക്കന്മാരോടും പാവപ്പെട്ട സർക്കാർ സ്കൂൾ പഠിക്കുന്ന മക്കളുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരോടും ഞങ്ങൾ ചോദിക്കുന്നു, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുകൊണ്ട് ഇവിടെ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടിയല്ലേ നിങ്ങൾ യത്നിക്കേണ്ടത്? പ്രഫുൽ കൃഷ്ണൻ കേരള നിയമസഭയിലെത്തിയാൽ ഒരു സംശയവും വേണ്ട, പ്രഫുൽ കൃഷ്ണൻ ആദ്യം പോരാടാൻ പോകുന്നത്, BJPയുടെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ പ്രഫുൽ കൃഷ്ണൻ മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത് PMAY പദ്ധതിയിലും PM ശ്രീ പദ്ധതിയിലും സംസ്ഥാന സർക്കാർ ഒപ്പിടണമെന്നുള്ള ആവശ്യമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അതിലൂടെ കൊയിലാണ്ടിയിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ സൗഭാഗ്യവും സുഗന്ധങ്ങളും ലഭിക്കാൻ പോകുന്ന നാളുകളാണ് വരാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കൊയിലാണ്ടിലെ ഓരോ മണൽത്തരിയും കാവി പുതയ്ക്കുന്ന ദിനങ്ങളിലേക്ക് ഞങ്ങൾ കാത്തിരിക്കുന്നു. പ്രഫുലിന്റെ നേതൃത്വത്തിൽ, കൊയിലാണ്ടി MLAയുടെ നേതൃത്വത്തിൽ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ നിയമസഭയിലെത്തുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 51 കൗൺസിലർമാരും ആ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളെ സ്വീകരിക്കാനുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം. നന്ദി പ്രിയപ്പെട്ട മേയർക്ക് കൊയിലാണ്ടിയുടെ മണ്ണിൻ്റെ നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹോപകാരം നൽകുവാൻ വേണ്ടി NDA കൊയിലാണ്ടി മണ്ഡലം ചെയർമാൻ ശ്രീ വായനാരി വിനോദിനെയും ഏറെ പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനെയും സാദരം ക്ഷണിക്കുന്നു. ഈ സ്നേഹസംഗമത്തിന് നന്ദി പറയുവാൻ വേണ്ടി നമ്മുടെ ഏറെ ആദരണീയനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ പ്രഫുൽ കൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ പെട്ടെന്ന് നിർത്തും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആരാധ്യനായിട്ടുള്ള മേയർ ശ്രീ VV രാജേഷ്, അധ്യക്ഷത വഹിക്കുന്ന ശ്രീ വയനാരി വിനോദേട്ടൻ, അതുപോലെ തന്നെ കാമരാജ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് കാളിയത്ത്, BDJSന്റെ ശ്രീ രത്നാകരേട്ടൻ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ കൊയിലാണ്ടിയിലെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒന്നുകൂടെ ചോദ്യം ചോദിച്ചോട്ടെ. എറണാകുളം മേയറിനെ നിങ്ങൾക്കറിയോ? അറിയോ? കോഴിക്കോട് മേയറിനെ നിങ്ങൾക്കറിയോ? കണ്ണൂർ മേയർ നിങ്ങൾക്കറിയോ?
കൊല്ലം മേയറിനറിയോ? ഈ കേരളത്തിൽ പിഞ്ചു കുട്ടികൾക്ക് പോലും അറിയുന്ന മേയർ അത് ശ്രീ VV രാജേഷാണ്, നമ്മുടെ മേയറാണ്. ശ്രീ VV രാജേഷ് മേയറായി ചുമതല ഏറ്റെടുക്കുമ്പോൾ അത് വല്ലാത്തൊരു മധുരമുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. രാജേഷ് ഏട്ടൻ പറഞ്ഞില്ലേ, ആ തിരുവനന്തപുരത്ത് അവരുടെ തിരുവനന്തപുരത്ത് സമരം നടക്കുമ്പോൾ അവിടുത്തെ കൗൺസിലർമാരെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ആ കൗൺസിൽ ഹാളിൽ കിടന്നുറങ്ങുമ്പോൾ ആ കൊതുകടിയും കൊണ്ട് ഞങ്ങൾ പുറത്തുണ്ടായിരുന്നു. ഞങ്ങൾക്കുറപ്പായിരുന്നു അവിടുത്തെ ഭരണം, അത് തിരുവനന്തപുരത്തെ അനന്തപുരി അത് നയിക്കാൻ പോകുന്നത് BJP ആയിരിക്കുമെന്നുള്ള ഉറപ്പ്. ആ ഉറപ്പിൻ്റെ പുറത്ത് ഞങ്ങൾ പുറത്തു നിന്നത്. എത്രയോ ലാത്തിച്ചാർജുകൾ, ഗ്രനേഡുകൾ, കണ്ണീർവാതകങ്ങൾ, ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു. ഇപ്പോഴും ഏറെ അഭിമാനത്തോടു കൂടി അത് ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേയർ വന്നാൽ ആറ്റുകാൽ പൊങ്കാല അലങ്കോലപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് പിറ്റേ ദിവസം അന്ന് പുലർച്ചെയുള്ള ഒരു കാഴ്ചയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അവിടെ നഗരം മുഴുവൻ ശുചീകരിച്ച് അവിടുത്തെ റോഡിൽ കൃത്രിമമായി മഴയും പെയ്യിച്ചാണ് നമ്മുടെ മേയർ അന്ന് വീട്ടിലേക്ക് പോയത്. അല്ലേ? CPM-മാർക്ക് മിണ്ടാട്ടുണ്ടായില്ല. രാജേഷേട്ടൻ പറയാൻ വിട്ടുപോയി, ശുചീകരണ തൊഴിലാളികൾ പണിമുടക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ മാത്രമല്ല, കുടിവെള്ളം മുട്ടിച്ച മാത്രമല്ല, ശുചീകരണ തൊഴിലാളികൾ പണിമുടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത്, പണി മുടക്കുകയാണെങ്കിൽ മുടക്കിക്കോ, സേവാഭാരതിയുടെയും BJP-യുടെയും 5000-ഓളം സന്നദ്ധ പ്രവർത്തകരെ റെഡിയാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പണി മുടക്കിക്കോ, ആ പണിയൊക്കെ എടുക്കാൻ ഞങ്ങൾക്കും അറിയാം. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തി BJP എന്താണ് എന്ന് തിരുവനന്തപുരത്തിന് കാണിച്ചു കൊടുത്ത ആരാധ്യനായിട്ടുള്ള മേയർ, അദ്ദേഹം നമ്മുടെ ഈ ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടി, പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് നമ്മളെ കേരളത്തിൽ താമര വിരിയൂല എന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ടായിരുന്നു കോൺഗ്രസിന്. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് താമര വിരിയില്ല. ആ പറഞ്ഞ നേതാവിൻ്റെ മകൻ ഉൾപ്പെടെ ഇന്ന് BJP-യിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു കാര്യം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജേഷ് ഏട്ടൻ 51 കൗൺസിലർമാരുമായി ആ തിരുവനന്തപുരത്ത് കാത്തു നിൽക്കുമ്പോൾ ഈ കൊയിലാണ്ടിയിലെ മുഴുവൻ ജനങ്ങളും നമ്മൾ ഒരുമിച്ച് ആ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് സാധ്യതയുള്ളൊരു മണ്ണാണ് ഈ കൊയിലാണ്ടി. നമ്മുടെ കാപ്പാടും നമ്മുടെ ഊരുവണ്യകാവും നമ്മുടെ കൊല്ലം ബീച്ചും അതുപോലെ തന്നെ നമ്മുടെ മിനി ഗോവയും നമ്മുടെ തിക്കോടി ബീച്ചും നമ്മുടെ അകലാപ്പുഴയും കണയങ്കോട് പുഴയും എന്തെല്ലാം സാധ്യതകളുണ്ട് ടൂറിസത്തിനെന്നറിയോ? ഇന്ന് സുരേഷ് ഗോപിച്ചേട്ടൻ ഇന്ന് രാവിലെ നമ്മുടെ മിനി ഗോവയിൽ വന്നിരുന്നു. അദ്ദേഹം മിനി ഗോവയിൽ വന്ന് അവിടുത്തെ ആളുകളുമായി സംവദിച്ചു. ആ പ്രദേശമുണ്ടല്ലോ, 60,000-ഓളം കടലാമ കുഞ്ഞുങ്ങളെയാണ് ആ പ്രദേശത്തുകാർ ഉറക്കമളിച്ചിരുന്ന് കാത്തിരുന്ന് ആ മുട്ടയെടുത്ത് വിരിയിച്ച് കടലിലേക്ക് വിട്ടത്. 60,000-ഓളം കടലാമകളെ. എന്തൊരു സാധ്യതയുള്ള പ്രദേശമാണെന്നറിയോ? നല്ല വെള്ള മണലുള്ള പ്രദേശം. നമ്മുടെ ഗോവയേക്കാൾ മനോഹരമാണ് നമ്മുടെ മിനി ഗോവ എന്ന് പറയുന്നത്. എത്ര സുന്ദരിയാണ് ഈ കാപ്പാട്. ഈ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു പക്ഷേ നമ്മുടെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ലോക ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന സ്ഥലമായിരുന്നു നമ്മുടെ കൊയിലാണ്ടി മണ്ഡലം എന്ന് പറയുന്നത്. ഇന്ന് ആരെങ്കിലും ടൂറിസ്റ്റുകൾ വരുന്നുണ്ടോ? ഇല്ല. ടൂറിസം സാധ്യതകൾ തമസ്കരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു ഹോസ്പിറ്റലില്ലേ, എനിക്കോർമ്മയുണ്ട്, മണക്കുളങ്ങര അമ്പലത്തിൽ ആന ഇടഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നിരുന്നു. അന്ന് പയ്യോളിയിലുണ്ട്. CT മനോജേട്ടൻ്റെ ബലിദാന ദിനം ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആന ഇടഞ്ഞു എന്നുള്ള വാർത്ത കേൾക്കുന്നത്. അപ്പം തന്നെ ഞങ്ങൾ പരിപാടികൾ അവസാനിപ്പിച്ച് ഓടി വന്നു ഹോസ്പിറ്റലിലേക്ക്. ആ ഹോസ്പിറ്റലിൽ പരിക്കേറ്റ ആളുകളെ കൊണ്ടുവരുമ്പോൾ പരിശോധിക്കാൻ ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, സംവിധാനങ്ങളില്ല. ആളുകളെ മുഴുവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. എന്തിനാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? VV രാജേഷ് പോവാണ്. തലശ്ശേരിയിൽ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തുമെന്നുള്ള വാഗ്ദാനങ്ങൾ അത് പാഴ്വാക്കല്ലേ? ഇവിടെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ? എത്രമാത്രം ഫുട്ബോൾ പ്രേമികളുള്ള ഒരു നാടാണ് നമ്മുടെ കൊയിലാണ്ടി. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ നിർമ്മിച്ച സ്റ്റേഡിയം അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് ഇപ്പം കളികളില്ല, ഒന്നുമില്ല, വെറും അടച്ചുപൂട്ടി കിടക്കുകയാണ്. ആ സ്റ്റേഡിയത്തിൽ എന്താ ഒരു പരിപാടിയും നടക്കുന്നില്ല. വികസന മുരടിപ്പിൻ്റെ ബാക്കിപത്രമായി നമ്മുടെ കൊയിലാണ്ടി മാറിയിരിക്കുന്നു. കൊയിലാണ്ടിയുടെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. കൊയിലാണ്ടിക്കാർക്ക് ഇത് മതി എന്നുള്ള ധിക്കാരമാണ്, ധാർഷ്ട്യമാണ്. കൊയിലാണ്ടിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് തീരദേശ മേഖലയാണ്.
തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളാണ് ഈ കൊയിലാണ്ടിയുടെ സമ്പദ് വ്യവസ്ഥയുള്ള നട്ടല് എന്ന് പറയുന്നത്. ആ മത്സ്യത്തൊഴിലാളികളോട്, നമ്മുടെ സഹോദരങ്ങളോട് ഈ സർക്കാർ കാണിച്ചത് എന്താ? ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ കാണിച്ചതെന്താ? ആ മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം ഹാർബറിൽ പോയപ്പോൾ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളാണ് ഇവിടെ ഇപ്പം നടക്കുന്നത് എന്നാണ്. 30 കോടി രൂപയുടെ വികസനം നടക്കുകയാണ് ഹാർബറിൽ. നരേന്ദ്രമോദിയുടെ പദ്ധതി. പ്രിയപ്പെട്ടവരെ, വള്ളവും വലയുമായി കടലിൽ പോയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ഇൻഷുറൻസ് ഇല്ല. ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഹാർബറിൽ നിന്ന് കടലിലേക്ക് പോകുന്നത്. അവർക്ക് വള്ളത്തിന് ഇൻഷുറൻസ് ഇല്ല, വലയ്ക്ക് ഇൻഷുറൻസ് ഇല്ല, അവരുടെ കാര്യം നോക്കാൻ ആരുമില്ല. എത്രയോ ആളുകൾ, വീടുകളില്ലാത്തവർ തീരദേശ മേഖലയിൽ കഷ്ടപ്പെടുന്നുണ്ട്, നരകതുല്യമായ ജീവിതം ജീവിക്കുന്നുണ്ട്. കുടിവെള്ളമില്ലാത്ത വീടുകളുണ്ട്, ശൗചാലയങ്ങളില്ലാത്ത വീടുകളുണ്ട്. എത്ര കാലം കഴിഞ്ഞു, എത്ര വർഷമായി, പതിറ്റാണ്ടുകളായി ഈ കൊയിലാണ്ടിയിലെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ ആളുകൾക്ക് എന്താ വീടില്ലാത്തത്, ശൗചാലയമില്ലാത്തത്, കുടിവെള്ളമില്ലാത്തത്? ഉത്തരം പറയണം. ഇവിടെ നിന്ന് ഭരിച്ചവർക്ക് കൊയിലാണ്ടിയെക്കുറിച്ച് ചിന്തയുണ്ടായില്ല. NDAക്ക് കൊയിലാണ്ടിയെ പറ്റിയുള്ള ഒരു സമഗ്രമായിട്ടുള്ള ചിത്രം NDAയുടെ മനസ്സിലുണ്ട്, ഞങ്ങളുടെ മനസ്സിലുണ്ട്. കൊയിലാണ്ടി എങ്ങനെയാകണം എന്നുള്ള കാപ്പാട്, മുരുമുണ്യകാവും, കൊല്ലം പിഷാരികാവ് അമ്പലം ഉൾപ്പെടെ, നമ്മുടെ അകലാപ്പുഴ ഉൾപ്പെടെ, കണയങ്കോട് ഉൾപ്പെടെ, മുജുകുന്ന് ഉൾപ്പെടെ എല്ലാ പ്രദേശവും എങ്ങനെയാക്കി മാറ്റണം എന്നുള്ളതിൻ്റെ വലിയ ഒരു കാഴ്ചപ്പാട് NDA കൊണ്ട്. അതാണ് ഇവിടുത്തെ വോട്ടർമാരോട് ഞങ്ങൾക്ക് സംവദിക്കാനുള്ളത്. സാധാരണ LDFിൻ്റെയോ UDFിൻ്റെയോ MLAമാരെ എത്ര തവണ നിങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചു? എന്ത് മാറ്റം ഈ കൊയിലാണ്ടിക്കുണ്ടായി? മാറ്റം ഞങ്ങൾ കാണിച്ചു തരാം. ഗുജറാത്ത് മോഡൽ വികസനം അത് ഈ കൊയിലാണ്ടിയിലും സാധ്യമാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ താമരയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി നിയമസഭയിലേക്ക് അയക്കണം. കൊയിലാണ്ടിയുടെ സമഗ്ര വികസനത്തിന് നിങ്ങളോടൊപ്പമുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബോലോ ഭാരത് മാതാ കേ, ബോലോ ഭാരത് മാതാ കേ. നന്ദി പ്രഫുൽജി. ആശംസ വാക്കുകൾക്കായി സന്തോഷ് കാളിയത്ത് കാമരാജ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. ഈ വൈകിയ വേളയിൽ ഞാനൊരു രാഷ്ട്രീയ പ്രസംഗത്തിന് ഇവിടെ മുതിരുന്നില്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥി, യുവത്വത്തിൻ്റെ പ്രതീകമായ പ്രഫുൽ കൃഷ്ണനെ വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കുവാനുള്ളൊരു ജനാവലിയാണ് നമ്മുടെ മുന്നിൽ നിന്ന് കണ്ടത്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഡീലിൻ്റെ വാക്കുകളാണ്. തുടക്കത്തിൽ നമ്മൾ കേട്ടത് 3-4 സീറ്റുകളുടെ ഡീലാണ് പറഞ്ഞത്. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ അത് 10ആയി, കഴിഞ്ഞ ദിവസം ഒരു 15ആയി, ഇനിയും വർദ്ധിക്കും. കൊയിലാണ്ടി കൂടെ ഡീലിലേക്ക് വരും, കൊയിലാണ്ടിയിൽ പ്രഫുൽ കൃഷ്ണൻ ജയിക്കും. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മൾ മുന്നിലുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായി നമ്മൾ പ്രഫുൽ കൃഷ്ണനെ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുവാനായി BJP പയ്യോളി മണ്ഡലം പ്രസിഡന്റ് ശ്രീഹരി മാഷയെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻജി, ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ടാതിഥി തിരുവനന്തപുരം മേയർ VV രാജേഷ് ജി, മറ്റ് വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമ എന്ന് പറയുന്നത് ഇവിടെ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് കടക്കട്ടെ. ആദ്യമായി നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി ധന്യമാക്കി തീർത്ത നമ്മുടെ തിരുവനന്തപുരം മേയർ VV രാജേഷ് ഏട്ടന് സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണേട്ടൻ, അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു. കൊയിലാണ്ടി നിയോജക മണ്ഡലം NDA ചെയർമാൻ വായനാരി വിനോദേട്ടന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കൊയിലാണ്ടി നിയോജക മണ്ഡലം ഇലക്ഷൻ ഇൻചാർജ് VC ബിനീഷ് മാസ്റ്റർ, അദ്ദേഹത്തിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കൊയിലാണ്ടി നിയോജക മണ്ഡലം ഇൻചാർജ് കൂടിയായ ആന്ധ്രാപ്രദേശ്
ബെയിലി MLA റാം മോഹൻജിക്ക് ഈ അവസരത്തിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കോഴിക്കോട് നോർത്ത് ജില്ലാ വൈസ് പ്രസിഡൻ്റായ VK ജയേട്ടൻ, അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. BJP കോഴിക്കോട് നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ജയകിഷ് മാസ്റ്റർ, BJP കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റ് വൈശാഖേട്ടൻ, മുതിർന്ന BJP നേതാവായ TK പപ്പേട്ടൻ, BJP സംസ്ഥാന കൗൺസിൽ അംഗം AK ബൈജുവേട്ടൻ, കാമരാജ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കാളിയത്ത്, BDJS കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റ് രത്നാകരൻ, കാമരാജ് കോൺഗ്രസ് കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റ് ദയാനന്ദൻ, BJP കൊയിലാണ്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി അതുൽ പെരുവട്ടൂർ, ജിതേഷ് കാപ്പാട് കൊയിലാണ്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി, സ്മിനുരാജ് P പയ്യോളി മണ്ഡലം ജനറൽ സെക്രട്ടറി, ദീപ കുനിയിൽ മഹിളാ മോർച്ച കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ്, TP രാജേഷ് മാസ്റ്റർ കോഴിക്കോട് നോർത്ത് ജില്ലാ സെക്രട്ടറി, ശ്രീമതി നിഷ ഗിരീഷ് BJP കോഴിക്കോട് നോർത്ത് ജില്ലാ സെക്രട്ടറി, അബിൻ അശോക് OBC മോർച്ച കോഴിക്കോട് നോർത്ത് ജില്ലാ സെക്രട്ടറി എന്നിവർക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. കൂടാതെ ജനപ്രതിനിധികളായ സരീഷ് ചേമഞ്ചേരി, സുഗിത ചെങ്ങോട്ടുകാവ്, ശശി മാസ്റ്റർ ചെങ്ങോട്ട്